അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന കാലത്ത് 400 സീറ്റ് എന്ന് പറയുന്ന വലിയ ആത്മവിശ്വാസത്തിൽ നിന്ന് ഈ ഘട്ടത്തിൽ BJP അധികാരത്തിൽ തുടരാൻ കഴിയുമോ, 272 എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് എത്താൻ കഴിയുമോ എന്നൊക്കെയുള്ള വലിയ ചർച്ച രാജ്യത്ത് നടക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം അതെ, പ്രതിപക്ഷത്തിന്റെ മുന്നണി തന്നെയാണ്. മോദിയും BJPയും വിചാരിച്ചതിനപ്പുറത്തേക്ക് പ്രതിപക്ഷ കൂട്ടായ്മയുടെ സ്വാധീനം ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇത്രയും ഒരു തരത്തിലും BJP പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കന്മാരാണ് ഇവരെല്ലാവരും തന്നെ. ഒരു കാര്യം എനിക്കൊന്ന് 2019 കോൺഗ്രസിന്റെ ഒരു മുന്നണിയാണ് ഉണ്ടായത്, UPA. അന്ന് കോൺഗ്രസ് ഇതിലും ദുർബലമായ എന്ന് പറഞ്ഞാൽ ഒരു മുന്നണി സംവിധാനം വളരെ ദുർബലമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. വോട്ടുകൾ പരമാവധി ഭിന്നിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഇത്തവണ അതെല്ലാം യാഥാർത്ഥ്യം കണ്ടുകൊണ്ട് ഇങ്ങനൊരു ഇന്ത്യ മുന്നണി, വിശാലമായ ഇന്ത്യ മുന്നണി വരുന്ന പേര് തന്നെ ആ മുന്നണിക്ക് വലിയ കരുത്തു പകരുന്നതായി മാറി. അവർക്ക് അവരുടേതായ സംസ്ഥാനങ്ങൾ, ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ കൺവീനറായിട്ടുള്ള ആ ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ സംവിധാനം, അപ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ മാറിയിരിക്കുകയാണ്. ഒരു വലിയ പൂട്ടാണ് സത്യം. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ BJPക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് കെജ്രിവാളിനെ പിടിച്ച് ജയിലിലിട്ടത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കെജ്രിവാൾ ഇരട്ടി കരുത്തോടെയാണ് പുറത്തേക്ക് വന്നത്. ഒരുപക്ഷേ ഈ ഇന്ത്യ സഖ്യത്തിന്റെ മുഖമായി കെജ്രിവാൾ മാറുന്ന കാഴ്ചയാണ് ഈ പ്രചരണ വേളയിൽ നമ്മൾ UPയിലേക്കൊക്കെ പോയി പ്രചരണ രംഗത്ത് നിൽക്കുന്നു. കെജ്രിവാൾ അന്ന് ഓർമ്മയില്ലേ, ഈ 75 എന്ന് പറയുന്ന പ്രായപരിധി, 75 പ്രായപരിധിയിലെത്തിയാൽ മോദി അധികാരമൊഴി, അങ്ങനെ വന്നാൽ ഒരു വർഷം പോലും അദ്ദേഹത്തിന് പരമാവധി ഉള്ളൂ. മോദി ഗ്യാരണ്ടി നടപ്പാക്കാൻ മോദിക്ക് കഴിയാതെ വരും. അതുപോലെ അതിലൂടെ BJPക്കകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ കുറേയേറെ ചർച്ച ചെയ്യുന്ന സാഹചര്യം വന്നു. ഇതെല്ലാം അവിടെ രൂപപ്പെട്ടു. നദ്ദയുടെ RSS വിരുദ്ധ പരാമർശമൊക്കെ വലിയ തോതിൽ ചർച്ചയാവുന്ന നില വന്നു. കാരണം RSSന് പഴയ പോലെ താല്പര്യം BJPയുടെ ഈ മുന്നേറ്റത്തിൽ ഇപ്പോഴുണ്ട്. ഇതിന്റെ ഗുജറാത്ത് ലീഡർഷിപ്പിനോടൊക്കെയുള്ള പലതരം ഇഷ്യൂസിന്റെ മാത്രമല്ല, BJPക്കുള്ളിൽ ഇപ്പോൾ RSSന്റെ ഭാഗമായി ചേർന്ന് നിൽക്കുന്ന നിതിൻ ഗഡ്കരി, രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർക്കൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിന് അത് കഴിഞ്ഞത് ഇപ്പോൾ നോക്കാം, ഇപ്പോൾ കഴിഞ്ഞ 6ാം ഘട്ടം നോക്കിയാൽ ദില്ലി, ഹരിയാന, ഇനി വരാൻ പോകുന്ന പഞ്ചാബ്, ഇവിടെല്ലാം കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ഇതെല്ലാം ഒരു BJPക്കെതിരായ, മോദി സർക്കാരിനെതിരായ ഒരു പൊതുവികാരത്തെ രൂപപ്പെടുത്തുന്നതിന് ഈ പറഞ്ഞ ഇന്ത്യ മുന്നണിക്ക് കഴിയുന്ന വിധം മുന്നോട്ട് പോകുന്നു ഓരോ ഘട്ടത്തിലും. അതുപോലെ കെജ്രിവാൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രതീകമായി മാറുകയും, അതും മോദി ഭരണം അല്ലെങ്കിൽ BJP പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള വളർച്ചയായിരുന്നു.